ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. ഇന്ന് എന്താ പറയുക, സത്യം പറയുന്നത് വെച്ചാൽ ഇപ്പം അത്യാവശ്യം നല്ല ടയർഡാണ്. എങ്കിലും എന്താ പറയുക, കണ്ടിന്യൂസ്ലി വീഡിയോ ഇടണം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇവിടെ സമയം രാത്രി 12:30 മണി. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പം മടി ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പകൽ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം കിട്ടില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ സിമ്പിളായിട്ടൊരു സാധനം ഉണ്ടാക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ റൊട്ടി വാട്ടി എന്ന് പറയും. നമ്മൾ ബ്രെഡ് മുട്ടയിലിട്ടിട്ട് വാറ്റിയെടുക്കുന്നൊരു സാധനമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ രാവിലത്തെ ചായക്ക് അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ ഇപ്പോൾ വിശന്നപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു, ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അറിയുന്നവരും ചിലപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള രീതിയിൽ എടുക്കുന്ന വീഡിയോ ആണ്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ബ്രെഡ് വാട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രെഡാണ് എടുത്തത്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുണ്ടാക്കുമ്പോഴും എൻ്റെ ഫ്രണ്ട്സുകൾ യൂട്യൂബിൽ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണമെന്ന് ആദ്യമേ ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞാൻ ബ്രെഡ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ്, അതുപോലെ തന്നെ 4 മുട്ട, ഓക്കെ, 4 മുട്ട, പഞ്ചസാര, ഇത്രയും കാര്യങ്ങളാണ് എടുക്കുന്നത്. ഇതിൽ ഏലക്കായ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ലീവിന് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ബൗളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അന്നേരം കുറച്ച് സാധനം വാങ്ങണം. അപ്പോൾ നമ്മൾ ഇതിലാണ് മുട്ട ആദ്യം ഉടച്ച് വരുന്നത്. ഓക്കെ, മുട്ട നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തർക്ക് എത്ര മധുരം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 സ്പൂൺ ഇടുന്നുണ്ട്. എനിക്ക് നോർമലി ഇത്തിരി മധുരം, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തിരി കൂടുതൽ വേണം. സോ 4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ചുറ്റും ആക്കിയെടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് മുട്ടയിൽ നന്നായിട്ട് മുക്കിയെടുക്കാം. ഓക്കെ, ഇങ്ങനെ മുക്കിയെടുത്തിട്ട് നമ്മൾ ഫ്രൈ പാനിൽ വെക്കും. ഇത് എണ്ണ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്. ഇത്ര എണ്ണ വേണ്ടിയില്ല, കുറച്ച് എണ്ണ കുറക്കാട്ടോ. ഇത് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ ഇത്ര വേണ്ടിയില്ല കേട്ടോ, എണ്ണ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. കുറച്ചൊന്ന് കൊടുക്കണം, ഒരു പീരിന് മതി കേട്ടോ എണ്ണ. 2 വശവും വെന്തതിന് ശേഷം നമുക്കിത് എടുക്കാം. ഒരുപാട് ടൈം കൊടുക്കരുത്, ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. കാരണം ഒരുപാട് ടൈം കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു ജസ്റ്റ് ഒന്ന് എന്താ പറയുക, എണ്ണയിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് 1 മിനിറ്റ് തേച്ച് വേണ്ടിയില്ല, നമുക്ക് പെട്ടെന്ന് സാധനം എടുക്കാം കേട്ടോ. നമ്മളിവിടെ ബ്രെഡ് വാട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ഓൾറെഡി നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മുടെ മുട്ട, പിന്നെ മധുരം, എന്താ പറയണ്ടേ, ഈ ചെറിയ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ചെറുപ്പത്തിലെ കഴിച്ച് പിന്നെ അതിൻ്റെ ഫേവറേറ്റ് ഏതാണ്. പിന്നെ
ഇതിൽ നമ്മൾ ഓയിലിന് പകരം നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് ചേർക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ. അത് ഇതിനേക്കാളും അപ്പുറത്തെ ടേസ്റ്റാണ് നെയ്യ് ചേർക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്ററാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ഓക്കെ, ബൈ.